ഹായ് നമസ്തേ. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ടുപേരുടേതാണ്. രണ്ടുപേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ കേൾസുള്ള ഹെയറാണ്. നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ലെങ്ത് കുറച്ചിട്ടില്ല. രണ്ടാമത്തെ ഹെയർ നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അത് സ്കാൽപ്പൊക്കെ തെളിഞ്ഞാണ് ആ ഒരു ടൈപ്പ് ഹെയർ. അത് നമ്മൾ ഡാമേജൊക്കെ മാറ്റി സ്കാൽപ്പൊക്കെ കാണത്തില്ല ആ രീതിയിലേക്ക് തിക്നെസ് കൂട്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹെയർ കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചിരിക്കരുത്. കാരണം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് മേടിച്ചാലും ആ കവറിനകത്തേക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി, എത്ര ടൈം വെക്കണോ എന്നൊക്കെ. അപ്പോൾ ആ സിസോ ഒക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത്. അതുപോലെ ഇത് നമ്മൾ ലോറിയലിൻ്റെ ഹെയർ കളറാണെങ്കിൽ അരമണിക്കൂർ അത്രയും വെക്കാം. കൂടി വന്നു കഴിഞ്ഞാൽ 45 വരെ വെക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. നമ്മൾ എത്രയും സമയം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നോ പിന്നെ അടുത്ത ടൈമിൽ ചെയ്യുമ്പോൾ അത്രയും ടൈം ഇരുന്നാലേ നമുക്ക് കളർ പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ഏറ്റവും ടൈം കുറച്ച് എന്ന് പറയുമ്പം അരമണിക്കൂർ എന്നുള്ള അരമണിക്കൂറേ വെക്കാവൂ, അതിൽ കൂടുതൽ വെക്കരുത്. അങ്ങനെ ടൈം നോക്കി നമ്മൾ ചെയ്യണം. അതല്ല നമ്മുടെ ഹെയറിലോട്ട് അത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യാമല്ലോ. അതിന് പകരം മണിക്കൂറുകളോളം വെച്ചുകൊണ്ടിരിക്കരുത്, നമ്മുടെ ഹെയർ ചീത്തയാകും. അതുപോലെ സ്മൂത്തനിങ്ങോ പെർമനൻറ്റ് ബ്ലോ ഡ്രൈയോ കെരാറ്റിനോ എന്ത് ചെയ്താലും നമ്മൾ ഹെന്ന യൂസ് ചെയ്യരുത്. ഹെന്ന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ പൊട്ടിയൊക്കെ പോയി കൊഴിഞ്ഞൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹെയർ പുതിയ ഹെയർ ആയിരിക്കും കിളിർത്ത് വരുന്നത്. ഈ കിളിർത്ത് വരുന്ന സമയത്തും ആ കൊഴിയുന്ന സമയത്തും പറയും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് അതൊക്കെ കൊഴിയുന്നതെന്ന്. അതുകൊണ്ടല്ല, നമ്മൾ കൂടുതൽ ടൈം നമ്മൾ ഹെയർ കളറൊക്കെ യൂസ് ചെയ്യുന്നവർ ഹെയർ ഇങ്ങനെ കളർ വെച്ചുകൊണ്ടിരുന്നാലും അതുപോലെ ഹെന്ന ചെയ്യുന്നവർ എന്തായാലും ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഹെയർ ഫുള്ളല്ലേ വെക്കുന്നത്. അപ്പോൾ ഹെയർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതല്ല, കൊഴിയുന്നതിനെക്കാട്ടി പൊട്ടിപ്പോയി നമ്മുടെ ഹെയർ തീരെ കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഹെയർ ആവും. അതുകൊണ്ട് ഒരു കാരണവശാലും സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ് അങ്ങനെയൊക്കെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും കെരാറ്റിൻ ആണെങ്കിൽ പോലും, കെരാറ്റിൻ ആണെങ്കിൽ അത്രയ്ക്കും അങ്ങ് പൊട്ടിപ്പോകത്തില്ല ഹെയർ, എന്നാലും അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറും, പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കുറയുകയും ചെയ്യും കെരാറ്റിൻ ചെയ്തിട്ട് നമ്മൾ എണ്ണ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, ഹെയർ കളർ യൂസ് ചെയ്യുന്നവരും. അതുപോലെ നമ്മൾ സ്മൂത്തനിങ്ങോ സ്ട്രൈറ്റനിങ്ങോ ഒക്കെ ചെയ്യുന്നവർ, കെരാറ്റിനും ഒക്കെ ചെയ്യുന്നവർ ഹെന്ന യൂസ് ചെയ്യാതെ ഹെയർ കളർ, അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ കളറുകൾ കിട്ടുമല്ലോ, അപ്പോൾ ആ ഹെയർ കളർ മേടിച്ച് യൂസ് ചെയ്യുക. അത് അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി, അരമണിക്കൂർ കൂടുതൽ വെക്കരുത്. അതുപോലെ നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്യുന്ന ദിവസം നമുക്ക് നമ്മുടെ ഹെയറിനും ആ സ്കാൽപ്പിനും ഒക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷണറിന് പകരം ഹെയർ സ്പായുടെ ക്രീം, അതല്ലേ ഹെയർ മാസ്ക് ഉണ്ട്, അതിപ്പോൾ നമുക്ക് സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹെയർ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൽപ്പിലൂടെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹെയറിനും പ്രൊട്ടക്ഷനാണ്, അതുപോലെ നമ്മുടെ സ്കാൽപ്പിനും നല്ല പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ രണ്ടുപേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. നേരത്തെ ഹെയറിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്മൂത്തനിങ് ചെയ്തു. എത്ര വർഷമായി? 5 വർഷമായി. 5 വർഷമായി. അതിന് ശേഷം പിന്നെ കിളിർത്ത് വന്നിട്ടുള്ള ഹെയർ ആയതല്ലേ? ഇതിനകത്ത് നമ്മളിപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ കെരാറ്റിൻ ചെയ്യേണ്ട. ഈ ഹെയറിനകത്ത് നല്ല ഡ്രൈനെസ് ഉണ്ട്. പിന്നെ ഈ ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ട് വേണോ ചെയ്യാൻ, അതോ ലെങ്ത് കുറയ്ക്കണോ? വേണ്ട, ഈ ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ട് ലെയറും ഫെദറും കട്ട് ചെയ്ത് അഴിച്ചിട്ടോണം അടയ്ക്കുകയും ചെയ്യണം, കെട്ടിയും വെക്കണം അല്ലേ ആ രീതിയിൽ. ലെങ്ത് കുറച്ചേ കട്ട് ചെയ്തിട്ടുള്ളൂ, ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞുള്ള ഇത്രയും ഹെയറേ ഉള്ളൂ. ഇനി ഇത് നമ്മളെല്ലാം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഹെയറിന് നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രൈനെസ് ഉള്ള ഹെയർ ആയതുകൊണ്ട് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യണം. ബേബി ഹെയർ കൂടുതലുണ്ടായിരുന്നു, അപ്പം കൂടുതൽ ബേബി ഹെയർ ഉള്ളത് ഷോൾഡർ വരെ വന്നിട്ടുള്ളൂ, താഴോട്ടില്ല. അപ്പം ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ലെങ്ത് കുറച്ചിട്ടുമില്ല. അതുപോലെ ഇത് 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെ നമുക്ക് ആ ഹെയറിന് ആ തിക്നെസ്സോടുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എൻ്റെ പേര് ബിൻസി എന്നാണ്. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ പാർലറിനെ പറ്റി അറിഞ്ഞത്. ഞാൻ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല സർവീസായിരുന്നു. താങ്ക് യു. സ്കാൽപ്പിലൊക്കെയുള്ള ഹെയർ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടിരിക്കുക. കാരണം ഹെയർ കളർ കൂടുതൽ സമയം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്താല. കാരണം അരമണിക്കൂറെന്നുണ്ടെങ്കിൽ അരമണിക്കൂറേ വെക്കാവൂ, അതിൽ കൂടുതൽ വെക്കരുത്.
അപ്പം ടൈം കൂടുതൽ വെക്കുന്ന ഹെയർ എല്ലാം ഇതുപോലെ ഇങ്ങനെ പൊട്ടിപ്പോവും, സ്കാൽപ്പിൽ നിന്ന് ചേർന്നുള്ള ഭാഗത്തുനിന്ന് പൊട്ടിപ്പോവും. ഇതങ്ങനെ ആ ഒരു പ്രശ്നത്തിലുണ്ടായതായി ഈ ഹെയറെല്ലാം പൊട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തപ്പോഴത്തേക്ക് ഓരോ ഹെയറിനും അതിൻ്റെ ഇരട്ടി തിക്നെസ് വരും, എന്നുവെച്ചാൽ കനം കൂടും. അപ്പോഴും നമ്മുടെ ആ സ്കാൽപ്പ് മറഞ്ഞതുപോലെ ആവും. ഇനി ഇത് കിളിർത്ത് വരും, 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ചെയ്യണം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ്. ചാരമുട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.